ജനനം കൊണ്ടും ജീവിതം കൊണ്ടും ഒരു അത്ഭുത പുരുഷനായിരുന്നു കർത്താവായ യേശു. യേശു കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അത്ഭുതങ്ങളായിരുന്നു. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും അത്ഭുതങ്ങൾ സ്വീകരിച്ചു. ഇത്ര അത്ഭുത പുരുഷനായ യേശു കർത്താവിനെ അത്ഭുതപ്പെടുത്തിയ രണ്ട് കൂട്ടർ തിരുവചനത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ശതാധിപൻ ബാല്യക്കാരന് സൗഖ്യം വരുവാൻ യേശുവിൻ്റെ അടുക്കൽ ആളയക്കുന്നു. യേശുവിനോട് പറയുന്നു, നീ എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാണ്. മത്തായിയുടെ സുവിശേഷം 8:10 പറയുന്നു, യേശു ആശ്ചര്യപ്പെട്ടു, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടെ കണ്ടില്ല എന്ന് പറഞ്ഞു. ആ ശതാധിപൻ യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസമുള്ളവനായിരുന്നു. എന്നാൽ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, യേശു കർത്താവ് വളർന്ന പട്ടണമായ നസറത്ത് ചെന്നപ്പോൾ അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. തിരുവചനത്തിൽ 2 സ്ഥലങ്ങളിൽ മാത്രമേ യേശു ക്രിസ്തു അത്ഭുതപ്പെട്ടു അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. അത് ഒന്ന്, ശതാധിപൻ്റെ വലിയ വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തി. മറ്റൊന്ന്, സ്വന്തം പട്ടണത്തിലെ നസ്തറത്തുകാരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ഗോഡ്. നമ്മൾ ആരുടെ ഗണത്തിലാണ്? യേശുവിനെ വിശ്വാസം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലോ അതോ അവിശ്വാസം കൊണ്ട് യേശുവിനെ അത്ഭുതപ്പെടുന്നവരുടെ കൂട്ടത്തിലോ? ഇതിലൊരു വിരോധാഭാസമുണ്ട്. യേശുവിനെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസമുള്ള ശതാധിപൻ ഒരു യഹൂദനല്ലായിരുന്നു, ഒരു ഇസ്രായേലിനല്ലായിരുന്നു, അബ്രഹാമുമായി ബന്ധമില്ലാത്തവനായിരുന്നു. എന്നിട്ടും ഒരു വലിയ വിശ്വാസത്തിൽ തനിക്ക് കടന്നു വരാൻ കഴിഞ്ഞു. എന്നാൽ യേശുവിനെ അത്ഭുതപ്പെടുത്തിയ അവിശ്വാസമുള്ളവരാകട്ടെ യഹൂദന്മാരായിരുന്നു, ഇസ്രായേലരായിരുന്നു, അബ്രഹാമിൻ്റെ മക്കളായി. ഈ തിരുവചന ഭാഗം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? കർത്താവിനെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ പരിചയങ്ങളല്ല. യേശുവിനെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. We can't impress Jesus with our experience and traditions. We can impress Jesus only with our faith. നമ്മുടെ പാരമ്പര്യങ്ങളോ പരിചയങ്ങളോ അല്ല, വിശ്വസിക്കുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ യേശുവിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നമുക്ക് എന്ത് പ്രാപിക്കണമെങ്കിലും നമ്മുടെ പാരമ്പര്യം കൊണ്ടല്ല, പരിചയങ്ങൾ കൊണ്ടല്ല, വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതത്തെ സ്വീകരിക്കാൻ കഴിയുന്നു. ഒരു വലിയ വിശ്വാസത്തിന് വേണ്ടി തയ്യാറെടുക്കാം. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും.